السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അദ്കിയ ക്ലാസ് 28 മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി തങ്ങൾ തൗബ ചെയ്ത വ്യക്തി അതിന് ശേഷവും എപ്പോഴും സ്വന്തം ശരീരത്തെ വിചാരണ നടത്തി എപ്പോഴും തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന അവയവങ്ങളെ സൂക്ഷിക്കാനും പറഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ണിന്റെ അപകടങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. എന്നാൽ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ അപകടകാരിയായ അവയവമാണ് നമ്മുടെ നാവ്. ഈ നാവ് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങളുണ്ട്. കളവ് പറയുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ശപിക്കുക, വ്യഭിചാരാരോപണം നടത്തുക, ഇങ്ങനെ നീണ്ട ഒരുപാട് തെറ്റുകൾ നാവിൽ നിന്നും വരുന്നുണ്ട്. സ്വന്തം സുഹൃത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന, അവനെ നിസ്സാരമാക്കുന്ന, അവനെ നാണം കെടുത്തുന്ന വാക്കുകൾ പറയുക, ഇതൊക്കെ നാവ് കൊണ്ടുണ്ടാകുന്ന അപകടകരങ്ങളായ തെറ്റുകുറ്റങ്ങളാണ്. ഇതും സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ നിരവധി ഹദീസുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ട് കാണാം. മൻ അറാദ അൻ യൽഅന നഫ്സഹു ഫൽയക്ദിബ്. ഒരാൾ സ്വന്തം ശരീരത്തെ അള്ളാഹുവിന്റെ ശാപമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ കളവ് പറയട്ടെ. അഥവാ കളവ് പറയലാണ് അള്ളാഹുവിന്റെ ശാപം കിട്ടാനുള്ള ഏറ്റവും വലിയ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അലാ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. അറിയണം, തീർച്ചയായും അള്ളാഹുവിന്റെ ശാപം അത് കളവ് പറയുന്ന ആളുകളുടെ മേലാണ്. അപ്പോൾ കളവിന്റെ ഗൗരവം എത്രമാത്രമാണ്? വേറെയും നിരവധി ഹദീസുകളുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. പറഞ്ഞല്ലോ, ഗീബത്ത് അതും അല്ലാത്ത ഗുരുതരമായ അപകടകരമായ വിഷയമാണ്. ഗീബത്ത് പറയുക വ്യഭിചാരത്തെക്കാളും ഗൗരവമാണ് അതിന്റെ ശിക്ഷ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്രകാരം നമീമത്ത് ഏഷണി, അവിടെയും ഇവിടെയും പോയി കെണിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ സ്വഭാവമാണ് നമീമത്ത് പറയുക എന്നത്. ശുദ്ധമായ ഖുർആനിൽ നമീമത്തുകാരുടെ അപകടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സുഹൃത്തുക്കൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടി നമീമത്തുമായി ഇറങ്ങി നടക്കുന്ന ആ ഒരു സ്വഭാവമുള്ള ആളുകൾ അള്ളാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മോശക്കാരാണ്. ശർറു ഇബാദില്ലാഹി അൽ മശാഊന ബിൻ നമീമത്തി അൽ മുഫ്രിഖൂന ബൈനൽ അഹിബ്ബ. അവിടുന്ന് പറഞ്ഞു, വീണ്ടും പറഞ്ഞു, ശർറുൻ നാസി ദുൽ വജ്ഹൈനി. ഇരട്ട മുഖമുള്ളവരാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായവർ. യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹിൻ. ഇവിടെ ചെന്ന് ഒരു കാര്യം പറയുന്നു, അവിടെ ചെന്ന് മറ്റൊരു കാര്യം പറയുന്നു. അങ്ങനെ രണ്ട് വിഭാഗത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ, അല്ലെങ്കിൽ രണ്ട് കുടുംബത്തിന്റെ ഇടയിൽ അവർ അനൈക്യമുണ്ടാക്കാൻ വേണ്ടി ഇരട്ട മുഖവുമായി അഥവാ ഇരട്ട സ്വഭാവം കാണിക്കുന്ന ആളുകൾ, അവരാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫമൻ കാന ദാ ലിസാനൈനി ഫിദ്ദുനിയ.
യജ്അലുല്ലാഹു ലഹു യൗമൽ ഖിയാമത്തി ലിസാനൈനി മിൻ നാർ. ഇരട്ട നാവ്, അഥവാ ഇവിടെ ചെന്ന് ഒരു കാര്യം പറയുക, അവിടെ ചെന്ന് മറ്റൊരു കാര്യം പറയുക, അതേ നാവ് കൊണ്ട് തന്നെ, ഇതേ നാവ് കൊണ്ട് തന്നെ അവിടെ പോയി മറ്റൊരു കാര്യം, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേറൊരു കാര്യം, ഇങ്ങനെ രണ്ട് ഇരട്ട നാവുമായി നടക്കുന്ന ആളുകൾ, അവർക്ക് നാളെ ആ നാവിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയാലുള്ള രണ്ട് നാവിനെ കൊടുക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്രകാരം നമുക്കറിയാം, തന്റെ സുഹൃത്തിനെ പരിഹസിച്ചുകൊണ്ട്, ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ചിരിക്കുന്ന ആളുകൾ, നിസാരവൽക്കരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് ശുദ്ധമായ ഖുർആൻ കടുത്ത ഭാഷയിൽ അവരെ ആക്ഷേപിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിഹസ്ബി ഇംറിഇൻ മിനശ്ശദ്ദി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. തന്റെ മുസ്ലിമായ സുഹൃത്തിനെ വളരെ മോശമാക്കൽ ഒരു മനുഷ്യനിക്ക് ഏറ്റവും ഷർറിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ഏറ്റവും മതിയായത് എന്താണ്? തന്റെ മുസ്ലിമായ സുഹൃത്തിനെ നിസാരമാക്കലാണ്, അവനെ നിന്ദിക്കലും അവനെ വളരെ മോശക്കാരനായി ചിത്രീകരിക്കലുമാണ് ഏറ്റവും വലിയ ഷർറ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം എല്ലാ വിഷയത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇനി നാവ് കൊണ്ടുണ്ടാകുന്ന ഇനി നമ്മുടെ കേൾവി, ചെവി, ആ ചെവി കൊണ്ടുണ്ടാകുന്ന ഹറാമിനും, അതും ഒരുപാട് നീണ്ടതായ ഹറാമുകൾ ചെവി കൊണ്ടുണ്ടാവാറുണ്ട്. ഗീബത്ത് കേൾക്കുക, നമീമത്ത് കേൾക്കുക, ഹറാമായ മറ്റു സംസാരങ്ങൾ കേൾക്കുക, ഇങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ വിവാഹം, നിക്കാഹ് നടത്തുന്നതിന് മുമ്പായിക്കൊണ്ട് വധുവരന്മാർ അഥവാ ഭാര്യ ഭർത്താക്കന്മാർ ഭാവിയിൽ ആകേണ്ടവർ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, അല്ലെ കൊല്ലങ്ങളോളം സംസാരിക്കുന്ന കാഴ്ചകളും രംഗങ്ങളും നാം കാണുന്നു, അറിയുന്നു. ഇതേ പ്രകാരം കാമുകനും കാമുകയും ഇങ്ങനെ എന്തെല്ലാം ഹറാമായ വർത്തമാനങ്ങളുണ്ടോ അതെല്ലാം കേൾക്കൽ ചെവിടുകൊണ്ടുള്ള ഹറാമിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം വിഷയത്തിന്റെ ഗൗരവവും നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഹറാമായ രാഗങ്ങൾ കേൾക്കൽ, പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിന്റെ കൂടെ മ്യൂസിക്, അതൊക്കെ ഇന്ന് സാർവത്രികമായി എല്ലായിടത്തും പടർന്ന് പന്തലിച്ചതായ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതും ചെവി കൊണ്ട് കേൾക്കൽ ഹറാമാണ്. അത്തരം വിഷയങ്ങളൊക്കെ ഒരാൾ സൂക്ഷിക്കുമ്പോൾ മാത്രമേ അവനിക്ക് യഥാർത്ഥ തൗബയിലായിക്കൊണ്ട് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതേ പ്രകാരം പഠിപ്പിച്ചു, വയജിബു അലൈക ഹിഫ്ദ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞല്ലോ, എല്ലാ അവയവങ്ങളും. അപ്പോൾ അതിൽപ്പെട്ട അവയവമാണ് വയറ്. ആ വയറും ഹറാമായ വസ്തുക്കൾ ഭക്ഷിക്കലിനെ തൊട്ട്, ഹറാമാണോ ഹലാലാണോ എന്നറിയാത്ത ഭക്ഷണങ്ങൾ, അത്തരം വെള്ളങ്ങൾ ഒന്നും കുടിക്കാതിരിക്കുക, ഭക്ഷിക്കാതിരിക്കുക. ഇതും വയറുകൊണ്ട് നാം ഹറാമിനെ സൂക്ഷിക്കുന്ന മാർഗങ്ങളിൽപ്പെട്ടതാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൈയിന്റെ ദോഷങ്ങൾ പറഞ്ഞു. ആ കൈ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എഴുതരുത്, അഥവാ സംസാരിക്കൽ ഹറാമായ കാര്യങ്ങൾ എഴുതലും ഹറാമാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ എഴുതുക, അതുകൊണ്ട് ഒരു ഹക്കും കൂടാതെ മുസ്ലിങ്ങളായ ആളുകളെ അടിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, ഇതൊക്കെയും അവരെ പ്രകാരം തന്നെ നമ്മുടെ രണ്ട് കാലുകൾ, ഈ കാലുകളെയും ഹറാമിലേക്ക് നടന്നു പോകലിനെ തൊട്ട് സൂക്ഷിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ മനുഷ്യന്റെ എന്തെല്ലാം അവയവങ്ങളുണ്ടോ ആ അവയവങ്ങളെ മുഴുവനും അവൻ ഹറാമിൽ നിന്ന് സൂക്ഷിച്ചുകൊണ്ട് ചെയ്തു പോയ ആ തൗബയിലായിക്കൊണ്ട് മുന്നേറൽ അവനിക്ക് നിർബന്ധമാണ് എന്ന് മഹാനവകൾ പഠിപ്പിച്ചു. പറഞ്ഞു, ഫത്തൗബു മിഫ്താഹുൽ ലികുല്ലി ത്വാഅതി
وأساس كل الخير أجمع أشملا ഫത്തൗബു അപ്പോൾ തൗബയാകുന്നത് മിഫ്താഹുൻ താക്കോലാണ് ലികുല്ലി ത്വാഅത്തിൻ എല്ലാ ആരാധനകളുടെയും നാം ചെയ്യുന്ന എന്തെല്ലാം ആരാധനാ കർമ്മങ്ങളുണ്ടോ അതിന്റെ എല്ലാം താക്കോല് തൗബയാണ്. വഅസാസു കുല്ലിൽ ഖൈരി എല്ലാ നന്മകളുടെയും അടിത്തറയുമാണ്. ആ വിഷയത്തെ ഗൗരവമാക്കാൻ വേണ്ടി പറയുന്നു അജ്മഅ വ അശ്മല, അതേ മുഴുവൻ നന്മകളുടെയും അതേ സമസ്ത നന്മകളുടെയും അഥവാ എല്ലാ നന്മ എന്തെല്ലാം നന്മയുണ്ടോ ആ നന്മയുടെ മുഴുവൻ താക്കോല് തൗബയാണ്. അല്ലാഹു തൗബ ചെയ്തുകൊണ്ട് നന്നാവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.